രണ്ടാൾ വീതം ഓരോ പ്ലാറ്റ്ഫോമായിട്ട് വേർതിരിച്ചിരിക്കുകയാണ്. അതായത് 1 തൊട്ട് ഒരു 250 മേൽ പ്ലാറ്റ്ഫോം ഉണ്ടെന്ന് വെച്ചോ. ഓരോ പ്ലാറ്റ്ഫോമിലും 2 ആൾക്കാർ വെച്ചിട്ട്. ഇപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്ന ഫുഡിൻ്റെ ബാക്കി വേസ്റ്റ് ആയിരിക്കും രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നത്. അതിൻ്റെ വേസ്റ്റ് ആയിരിക്കും മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ കിട്ടുന്നത്. അപ്പോൾ 250ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്ര ഫുഡ് കിട്ടും എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പറ്റുന്നേ ഉള്ളൂ. കുറച്ചുകൂടി നമ്മൾ ഇന്നർ ഡീറ്റെയിലിംഗ് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ റിയൽ വേൾഡിലെ കുറച്ച് പൊളിറ്റിക്കൽ പരിപാടിയൊക്കെ ഹിഡൻ ഡീറ്റെയിലിംഗ് ആയിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കിഡിലൻ സിനിമയാണ് ദ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. നമുക്ക് ഒട്ടും ബോറടിക്കില്ല. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ എന്തോ ഉള്ളൂ ഈ സിനിമ എന്ന് പറയുമ്പോൾ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാവുന്ന സിനിമയാണ്. ലൈക്ക് ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ താമസിക്കാമെന്ന് പറയാൻ വേണമെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൽ കഴിയുന്ന 2 പേരുണ്ടല്ലോ. അപ്പോൾ ഇവർ ഒരു ടൈം ആകുമ്പോൾ ഇവരെ മയക്കിയിട്ട് പിന്നെ ഇവർ കണ്ണ് ഓർക്കുന്നത് വേറൊരു പ്ലാറ്റ്ഫോമിലായിരിക്കും. ചിലപ്പോൾ 2ാമത്തെ പ്ലാറ്റ്ഫോമിലായിരിക്കാം, അല്ലെങ്കിൽ 50ാമത്തെ പ്ലാറ്റ്ഫോമിലായിരിക്കാം. അത് ഇവർക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഏത് പ്ലാറ്റ്ഫോമിലായിരിക്കും ഇവർ കണ്ണ് തുറക്കുക എന്നുള്ളത്. അതിന് കൂടെയുള്ള ചിലപ്പോൾ ഈ പറയുന്ന ആ ഒരു പ്ലാറ്റ്ഫോമേറ്റ് ചിലപ്പോൾ വേറെ ആളായിരിക്കാം, കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ആളായിരിക്കില്ല. അപ്പോൾ ഇതൊക്കെ ഈ സിനിമയുടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഏരിയാസാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ 250ാമത്തെ പ്ലാറ്റ്ഫോമൊക്കെയാണ് കിട്ടണമെങ്കിൽ ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് കിട്ടുന്ന ഫുഡിൻ്റെ ബാലൻസ് എത്രത്തോളം വരും നമുക്ക് ഊഹിക്കാമെന്നുള്ളൂ 250ാമത്തെ പ്ലാറ്റ്ഫോമിൽ. അപ്പോൾ അവരെങ്ങനെ ചിലപ്പോൾ ഒരു മാസമായിരിക്കും, ചിലപ്പോൾ 2-3 ആഴ്ചയായിരിക്കും, എങ്ങനെ അവിടെ സർവ് ചെയ്യുമെന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. സിനിമയുടെ ഒരു പ്ലാറ്റ്ഫോം സ്പാനിഷ് മൂവിയാണ്, നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, 2024 സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞ സിനിമ ഒന്ന് കണ്ടു നോക്കുക. ഒട്ടും ലാഗടിക്കില്ല, നിങ്ങൾക്ക് ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് കണ്ടിരിക്കാവുന്ന ഒരു കിടിലൻ സിനിമയാണ്.